ഇങ്ങനത്തെ പൂച്ചനൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടാൽ വിടും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ അറബികൾ കൊണ്ടുപോയി പോറ്റും, പിന്നെ പുറത്തിടും. അതന്നെ ഇട്ടടെ തീറ്റ കൊടുക്കാനും കുറച്ച് ആൾക്കാരുണ്ടാവും, ഇതുണ്ടാവും കേട്ടോ. അതിങ്ങനെ എല്ലായിടത്തും കാണാം. ഇവിടെ പൂച്ചക്കുട്ടിയൊക്കെ ഒരു പഞ്ചുമില്ല, കണ്ടമാനുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും കെട്ട് കൊടുക്കട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഏതായാലും നമ്മൾ വെള്ളിമുദ്രം തപ്പി ഇങ്ങോട്ട് ഇറങ്ങി. വെള്ളിമുദ്രം തപ്പി ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത കഥയാണ്. ഈ കഥ പറയുകയാണെങ്കിൽ വലിയ കഥ ഉണ്ട്. അങ്ങനെ ഏതായാലും നമ്മൾ കുറേ തപ്പി നമുക്ക് കിട്ടിയില്ല. അപ്പോൾ മൂപ്പരാക്കനോട് നിങ്ങൾ കുറച്ച് മോഡൽ എടുക്കുക. അങ്ങനെ മൂപ്പരാക്ക പറഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള സാധനം കണ്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പരാക്ക എന്ത് ചെയ്തു, ഓൻ്റെ കൈമക്കാൻ ഇട്ട് നോക്കി. കൈമക്കാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ 4-5 ഐറ്റംസ് കണ്ട് കാണിച്ചു തന്നു. സംഭവം എന്താ വെച്ചാൽ ഈ രണ്ടാമത് ഇട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ പറഞ്ഞു നല്ല രസമുണ്ട്, ഇജ്ജ് അതങ്ങോട്ട് എടുത്തു പറഞ്ഞു. അപ്പോൾ ദിൽഷാദിനും അതങ്ങോട്ട് ഇഷ്ടമായി. എന്നാൽ പിന്നെ അതങ്ങോട്ട് നോക്കാം. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 90 റിയാൽ കേട്ടോ. 90 അല്ല 95-90 90 റിയാലാണ്. നമ്മൾ 85-നോ 80-നൊക്കെ അടിച്ചിക്കണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. എനിക്ക് വില എനിക്ക് ഓർമ്മ കിട്ടണില്ല. സംഭവം വെള്ളിമൂലത്തിന് നാട്ടിലത്തെ വില കൂട്ടുമ്പോൾ ഒക്കെ സെയിം തന്നെ കേട്ടോ, വലിയ മാറ്റമൊന്നുമില്ല. ഒക്കെ അവിടെയും ഇപ്പോൾ സ്വർണ്ണത്തിനാണെങ്കിലും വെള്ളിമൂലത്തിനാണെങ്കിലും ഒക്കെ അവിടെയും ഇവിടെയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ രണ്ടര കാണിച്ചപ്പോൾ നിങ്ങളെന്നെ അഭിപ്രായം പറയും ഏതാ രസം? അതന്നെ രസം, ഞാൻ തന്നെ രസം. എനിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അങ്ങനെ ദിൽഷായി ഇതിപ്പോൾ ഓന് വാങ്ങിക്കൊടുത്താൽ നമുക്ക് അടിച്ചു മാറ്റി പോകല്ലോ, അതുകൊണ്ട് പിന്നെ നല്ല വാങ്ങി കൊടുക്കുക. അങ്ങനെ ടാക്സിക്കാരെ കുറേ വായിച്ച് കുറച്ചു നേരം വായിച്ചാണ്ടേ 10 റിയാലിന് നമ്മൾ സർപ്പേക്കാണ്ട് വിട്ടിട്ടുണ്ട്. വലുതൊന്നും സർപ്പേക്ക് പോകാൻ 10 റിയാലിനുള്ളൂ കേട്ടോ. പക്ഷേ ചില അമ്മമാരുണ്ടല്ലോ കുറച്ച് തരൂല, അപ്പം നമ്മൾ കുറപ്പിച്ചങ്ങോട്ട് പോകും. എന്താ